സ്പീക്കിങ്ങിൻ്റെ സെക്കൻഡ് സെഷനാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. അതിൽ 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ സ്കോറ് സ്പീക്കിങ്ങിന് മാത്രമല്ല ലിസ്ണിങ്ങിനും പോകും. സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിങ്. ഓക്കെ, എങ്ങനെയാണ് റിപ്പീറ്റ് സെൻറ്റൻസ്? അതായത് നമ്മളൊരു സെൻറ്റൻസ് കേൾക്കും. ആ സെൻറ്റൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 3 to 9 സെക്കൻഡ്സ് ഉള്ള ഒരു സെൻറ്റൻസ്. ഓക്കെ, നമ്മൾ ആ സെൻറ്റൻസ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ കേട്ടത് അതുപോലെ റിപ്പീറ്റ് ചെയ്യണം. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആകണം, ഇൻറ്റൊനേഷൻ കറക്റ്റ് ആകണം. അങ്ങനെ എങ്ങനെയാണ് കേട്ടത് അതുപോലെ റിപ്പീറ്റ് ചെയ്യണം. ഈ ഓഡിയോയുടെ ലെങ്ത്ത്, അതായത് ആ സെൻറ്റൻസ് പറയുന്ന ആ ഓഡിയോയുടെ ലെങ്ത്ത് 3 to 9 സെക്കൻഡ്സ് ആണ്. നമ്മൾക്ക് ഇത് കേട്ടിട്ട്, ഈ സെൻറ്റൻസ് കേട്ടിട്ട് നമ്മൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള ടൈമൊന്നുമില്ല. കേട്ടിട്ട് അപ്പം തന്നെ നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പം നോ പ്രിപ്പറേഷൻ ടൈം. പ്രിപ്പറേഷൻ ടൈമില്ല. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾക്ക് അത് കേട്ട റെക്കോർഡിംഗ് ടൈം അങ്ങനെയൊന്നുമില്ല. വേറെ ഇതിനൊക്കെ നമുക്ക് ബീപ്പ് സൗണ്ടൊക്കെ കേൾക്കും, അതൊന്നും ഇതിനില്ല. നമ്മൾ ആ സെൻറ്റൻസ് അവർ പറയും, അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ എന്താണ്, നമ്മളൊരു സെൻറ്റൻസ് കേൾക്കും അല്ലേ, എന്നിട്ട് അപ്പം തന്നെ അത് റിപ്പീറ്റ് ചെയ്യണം. ആ ഓഡിയോ എൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കോറിങ് എന്ന് പറയുന്നത്, ഇത് സ്പീക്കിങ്ങിൻ്റെ ഈ റിപ്പീറ്റ് സെൻറ്റൻസ് സ്പീക്കിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇതിൻ്റെ സ്കോർ അനുസരിച്ചായിരിക്കും നമുക്ക് സ്പീക്കിങ്ങിന് സ്കോർ കിട്ടുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സ്കോറിങ് ക്രൈറ്റീരിയ നമ്മുടെ റീഡ് അലൗഡ് പോലെ തന്നെ കോണ്ടൻറ്റ്, പ്രൊനൗൺസിയേഷൻ, then fluency. ഓക്കെ, ഈ കണ്ടൻറ്റിന് ഒരു 3 മാർക്ക് കിട്ടും, പ്രൊനൗൺസിയേഷന് 5 മാർക്കും ഫ്ലുവൻസിക്ക് 5 മാർക്കും. അങ്ങനെ ടോട്ടൽ 13 പോയിൻറ്റ്സ് ആണ് കേട്ടോ സ്പീക്കിങ്ങിന് കിട്ടുന്നത്, റിപ്പീറ്റ് സെൻറ്റൻസിന് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാർക്ക് നമ്മൾ വാങ്ങിക്കേണ്ടത്, ഇപ്പോൾ കണ്ടൻറ്റ് കറക്റ്റ് പറഞ്ഞില്ലെങ്കിലും നമ്മൾ പ്രൊനൗൺസിയേഷനും ഫ്ലുവൻസിയും നമ്മൾ കറക്റ്റ് ആക്കാൻ നോക്കണം. ഇതാണ് ഈ ക്രൈറ്റീരിയ. ഈ 2 ക്രൈറ്റീരിയയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റ് സെൻറ്റൻസിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ റിപ്പീറ്റ് സെൻറ്റൻസിനുള്ളൂ. റിപ്പീറ്റ് സെൻറ്റൻസ് 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്പീക്കിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് റിപ്പീറ്റ് സെൻറ്റൻസ്. 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്പീക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മൾക്ക് സ്പീക്കിങ്ങിന് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റിപ്പീറ്റ് സെൻറ്റൻസ് മര്യാദക്ക് പറയണം. ഇതിൻ്റെ മാർക്ക് സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും പോകും. അതായത് ഇപ്പോൾ 13 മാർക്കില്ലേ, 13 മാർക്കിൽ അത് എന്താണ് സ്പീക്കിങ്ങിനും പോവും, ലിസ്ണിങ്ങിനും. ഓക്കെ, ഇനി ഒരു 3 to 9 സെക്കൻഡ്സിൻ്റെ ലെങ്ത് ഉള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. അതിന് പ്രിപ്പയർ ചെയ്യാനൊന്നും നമുക്ക് ടൈമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ആ ഓഡിയോ എൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് എങ്ങനെ കേട്ടോ അതുപോലെ തന്നെ പറയണം. ഇതിൻ്റെ സ്കോറിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കണ്ടൻറ്റിന് 3, പ്രൊനൗൺസിയേഷൻ 5, ഫ്ലുവൻസി 5, അങ്ങനെ 13 പോയിൻറ്റ്സ് ആണ് ഈ റിപ്പീറ്റ് സെൻറ്റൻസിന് കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസ്ണിങ്ങിന് എത്ര കിട്ടും. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ലിസ്ണിങ്ങിന് എത്ര കിട്ടും, സ്പീക്കിങ്ങിന് എത്ര കിട്ടും. സ്പീക്കിംഗ് ലിസ്ണിങ്ങും കൂടി കമ്പൈൻ ചെയ്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ 13 പോയിൻറ്റ്സ് ഏതിനാണ് കിട്ടുന്നത്, സ്പീക്കിങ്ങിനാണോ ലിസ്ണിങ്ങിനാണോ, അതാണ് നമ്മൾ ഡൗട്ടുള്ളത്. അതാണ് ഞാനിപ്പോൾ ക്ലിയർ ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 13 പോയിൻറ്റ്സിൽ ഏത് മാർക്കാണ് ലിസ്ണിങ്ങിന് കിട്ടാൻ പോകുന്നത്, ഏത് മാർക്കാണ് സ്പീക്കിങ്ങിന് കിട്ടാൻ പോകുന്നത്. ഇതിൽ ഈ കോണ്ടൻറ്റ് ഉണ്ട്, കോണ്ടൻറ്റിൻ്റെ മാർക്ക് 3 മാർക്സ്. ഈ മാർക്കാണ് ലിസ്ണിങ്ങിന് പോകുന്നത് കേട്ടോ. ബാക്കി 10 മാർക്സ് എന്തിന് പോകും, സ്പീക്കിങ്ങിന് പോകും. ഇനി ഈ 3 മാർക്സ് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എത്ര വേർഡ്, നമ്മൾ ആ സെൻറ്റൻസിൽ എത്ര വേർഡ് കറക്റ്റ് പറയുന്നു അനുസരിച്ചിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ വേർഡ്സും കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് 3 മാർക്സ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇനി നമ്മുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിലും ആ സെൻറ്റൻസിൻ്റെ മീനിങ് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് സ്കോർ കിട്ടും. ഓക്കെ,
അപ്പോൾ നമ്മൾക്ക് ലിസ്ണിങ്ങിന് 3 മാർക്കും 10 മാർക്ക് നമ്മൾക്ക് സ്പീക്കിങ്ങിനാണ് കിട്ടുന്നത്, പ്രൊനൗൺസിയേഷൻ ഫ്ലുവൻസി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം. ഇപ്പം ഞാനിവിടെ എഴുതുകയാണേ. നിങ്ങൾക്ക് റിപ്പീറ്റ് സെൻറ്റൻസിൽ എഴുതലൊന്നുമല്ല, ഈ സെൻറ്റൻസ് ഇങ്ങനെ കേൾക്കും. ഞാനിപ്പോൾ ഇത് എഴുതുകയാണ്. നിങ്ങളെ കേൾപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എഴുതുകയാണ്. ഇങ്ങനെയാണ് റിപ്പീറ്റ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ വരുന്നത്.